വറഹ്മത്തുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ പരിപാടിയാണ് നാട്ടിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രഭാത സമയത്ത് ചെയ്യുന്ന വ്യായാമം, പ്രഭാത വ്യായാമം. അതിനെന്തോ ഒരു പ്രത്യേക പേരിട്ടൊക്കെ വിളിക്കുന്നുണ്ട്, പേര് എനിക്കറിയില്ല. എന്തായാലും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ച് കൂട്ടി വരിവരിയായി നിർത്തിയിട്ട് നടത്തുന്ന ഒരു പ്രഭാത വ്യായാമം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അസുഖമുള്ള ആളുകളൊക്കെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ള ആളുകൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പല സ്ത്രീകളും അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു. പലരും പുറത്തേക്കിറങ്ങി 4-5 കിലോമീറ്റർ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ നടത്തത്തിനൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറച്ച് ആളുകൾ കൂടിയിട്ട് തുടങ്ങിയ ഒരു പുതിയ പരിപാടിയാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നൊക്കെ പല ആളുകൾക്കും ഇപ്പോഴും സംശയമുണ്ട്. സംശയിക്കാനൊന്നുമില്ല, ഇതിൻ്റെ പിന്നിൽ പക്കാ വഹാബികൾ തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ മുഴുവനും വിളിച്ചുകൂട്ടി, പുരുഷന്മാരെയും വിളിച്ചുകൂട്ടി, അതിലൊരു പക്ഷേ അമുസ്ലിമീങ്ങളായ ആളുകളെയും മറ്റ് സംഘടന ഉള്ള ആളുകളെയും ഒക്കെ അവർ കൂട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേകതരം വഹാബികളുടെ ഒരു പ്രത്യേക തന്ത്രമാണ്. അപ്പോൾ സാധാരണക്കാരായ പല ആളുകളും സ്ത്രീകളടക്കമുള്ളവർ ഈ കെണിയിൽ പെട്ടുപോയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയാണ്, ഇത് വഹാബിസത്തിൻ്റെ ആളുകളെ ചേർക്കുന്നൊരു പരിപാടിയാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇനി കുത്തിത്തിരിപ്പാണ്, പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയും. അതെന്തോ നിങ്ങൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ 100% വഹാബികളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വ്യായാമത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു അമുസ്ലിമീങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഈ വ്യായാമത്തിൽ പങ്കെടുക്കുന്നവരും അമുസ്ലിമീങ്ങളിൽപ്പെട്ടവരുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, ഈ ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ വഹാബികളാണ്. നമുക്ക് വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ ആവശ്യമൊന്നുമില്ല. ഇവിടെ സ്ത്രീകൾ ഇതിന് മുമ്പും, ഇവർ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് മുമ്പും ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ വ്യായാമം ചെയ്തിരുന്നത് എങ്ങനെയാണോ ആ രൂപത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എന്തിനും സൗകര്യമുള്ള വീടുകളാണ്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. വ്യായാമത്തിന് വേണ്ട എല്ലാ എക്യുപ്മെൻസും ഇന്ന് നമുക്ക് ഓൺലൈൻ വഴി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം പ്രത്യേകം ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ തന്നെ ഫിറ്റ് ചെയ്ത് വീട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് തന്നെ വ്യായാമം ചെയ്യാം എന്ന ഒരു സ്ഥിതിക്ക് പിന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് പ്രഭാത സമയത്ത് ആണും പെണ്ണും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു വ്യായാമം ചെയ്യുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് നിഷ്കളങ്കരായ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കുക. പുരുഷന്മാർക്കൊക്കെ കുറച്ച് ആളുകൾക്ക് അപ്പോൾ ഇത് തിരിഞ്ഞിട്ടുണ്ട്. പല ആളുകൾക്കും ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. സുന്നികളായ സ്ത്രീകൾ പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരുപാട് ആളുകൾ കൂടിയിട്ട് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഫലം കിട്ടാനൊന്നുമില്ല. വ്യായാമം എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും കൂട്ടത്തിൽ ചെയ്താലും കിട്ടാനുള്ള റിസൾട്ട് ഒന്ന് തന്നെയാണ്. ഒരുപാട് വ്യായാമം ചെയ്തവർക്ക് ഇവിടെ കൂടുതൽ കാലം ദീർഘ ആയുസ് കിട്ടുമെന്നോ വ്യായാമം ചെയ്യാത്തവർ പെട്ടെന്ന് മരിച്ചു പോകുമെന്നോ എന്നുമില്ല. അതും അതിൻ്റെ മറ്റൊരു വശം. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾക്ക് വ്യായാമം ചെയ്താൽ നിങ്ങൾ അസുഖം മാറും, ഇല്ലെങ്കിൽ ദീർഘായുസ് കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് ഒരഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ടും വ്യായാമം ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ പതിവ് പോലെ ചെയ്തിരുന്ന നടത്തം, അത് നല്ലൊരു വ്യായാമമാണ്. വീട്ടിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറഞ്ഞ സമയം നടക്കാൻ പോകാം. ഈ വക കണിവളകളിലൊന്നും പെട്ടുപോകരുത്. വഹാബികൾ ഇതുപോലെയുള്ള പല കുതന്ത്രങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൽ പലതും ഇവർ പയറ്റുന്നുണ്ട്. അതിലൊന്നും നിഷ്കളങ്കരായ ആളുകൾ പെട്ടുപോകരുത്. നമുക്ക് ഏറ്റവും വലുത് ഇവിടെ വ്യായാമം ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ കണക്ക് തന്നെയാണ്. വ്യായാമം ചെയ്തവർക്കും ചെയ്യാത്തവർക്കൊക്കെ അസുഖം വരുന്നുണ്ട്. അതിലൊക്കെ വലുതാണ് നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ഈ വക ആളുകളുടെ പിന്നാലെ കൂടി ഇത് പിന്നീട് മറ്റൊരു തലത്തിലേക്ക്, വ്യായാമമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, പിന്നെ അത് മറ്റൊരു തലത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് വഹാബിസം എന്നുള്ളത് തന്നെ നമ്മുടെ കേരളത്തിൽ വഹാബികൾ ഉണ്ടായത് തന്നെ ഐക്യസംഘം എന്ന പേരിലാണ്. മുസ്ലിങ്ങൾക്കിടയിൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ലാത്ത സമയത്ത്
കെ മൗലവിയും ടീമും തുടങ്ങി വെച്ചതാണ് ഈ ഐക്യസംഘം എന്നുള്ളത്. അവിടെ നിന്നാണ് മുജാഹിദിൻ്റെ ചരിത്രം പരിശോധിച്ച് നമുക്കറിയാം. വഹാബികൾ കേരളത്തിൽ തുടക്കം കുറിച്ചത് തന്നെ ഈ ഐക്യസംഘത്തിൻ്റെ പേരിലാണ്. ഇല്ലാത്ത ഐക്യത്തിൻ്റെ പേരിൽ, ഇല്ലാത്ത അനൈക്യത്തിൻ്റെ പേരിൽ ഇവിടെ ഐക്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സംഘടനയാണ് വഹാബികൾ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മഹല്ലിലാകട്ടെ കമ്മിറ്റിയിലാകട്ടെ നാട്ടിൽ പ്രാദേശികമായ പ്രശ്നങ്ങളിൽ മുഴുവനും ഇപ്പോൾ സംഘടനയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളടക്കം ഇതിൻ്റെയൊക്കെ കാരണം ഈ വഹാബിസം കടന്നുകൂടിയത് കൊണ്ടാണ്. വഹാബികൾ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെയോ കടന്നുകൂടിയിട്ടുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. എല്ലാ പ്രശ്നത്തിൻ്റെയും അടിവേര് നമ്മൾ അന്വേഷിച്ചാൽ, അതിൻ്റെ കാരണം അന്വേഷിച്ച് കഴിഞ്ഞാൽ വഹാബിസം കടത്തിക്കൂട്ടുന്നു, അല്ലെങ്കിൽ കമ്മിറ്റികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വഹാബികൾ കടന്നുകൂടുന്നു. ഈ ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ എന്ത് കാര്യങ്ങൾ നടത്തിയാലും, എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകട്ടെ മറ്റേതാകട്ടെ എന്തൊക്കെ നടത്തി, അതിൻ്റെ ഒക്കെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, വഹാബിസം വളർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യുക എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ പരിപാടിയുടെ പിന്നിലും വഹാബിസം വളർത്തലാണ് എന്ന് നിഷ്കളങ്കരായ നമ്മുടെ സുന്നികൾ, അതിൽ സ്ത്രീകളും പുരുഷന്മാരും പാവപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക.